ചില കഥകൾ വായിക്കുമ്പോൾ കാലത്തിന് മുൻപോട്ടോ പുറകോട്ടോ നമുക്ക് യാത്ര ചെയ്യുന്നതായി തോന്നും. കാലത്തിൻ്റെ മാറ്റത്തിൽ പെട്ടുപോകാതെ നിൽക്കുന്ന ചില കഥകളുമുണ്ട്. ഇന്നിൻ്റെ കഥകൾ. ഇതിൽ കാണുന്ന മനുഷ്യരൊക്കെയും അത്തരത്തിലാണ്. ഈ കഥകൾ വായിക്കുമ്പോൾ അതിലെ സംഭവങ്ങളും മനുഷ്യരും നമ്മുടെ ചുറ്റുമുള്ളതല്ലേ എന്നോർത്തു പോകും. പല കാലങ്ങളായി മനസ്സിലിട്ട് കൂട്ടിയും കുറച്ചും ഹരിച്ചും ഗുണിച്ചും ഒക്കെ തയ്യാറാക്കിയ കഥകൾ വളരെ ലളിതമായ ഭാഷയിൽ ആശയത്തിൻ്റെ തനിമ ഒട്ടും നഷ്ടപ്പെടാതെ അത് മറ്റുള്ളവരുടെ കൂടെ അനുഭവങ്ങളിലൊക്കെയാണ് സോബിൻ കേസി എഴുതിയ പുസ്തകം ഇനി ഞാൻ പോയെന്ന് പറയുക. 9 അധ്യായങ്ങൾ കൂടിയാണ് ഈ പുസ്തകത്തിൻ്റെ യാത്ര. അവഗണിക്കപ്പെട്ട മനുഷ്യർ കാക്കകളെ പോലെയാണ്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ആളുകൾ ആട്ടിയോടിക്കും. ഇടയ്ക്കിടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷനായി ഒടുവിൽ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടു പോയ ചില മനുഷ്യരുണ്ട്. അങ്ങനെ നമുക്ക് സുപരിചിതരായ ഒരാളെങ്കിലും നമ്മുടെ ചുറ്റുമുണ്ടാവില്ലേ? അല്ലെങ്കിലും അവനവനിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോകുന്ന മനുഷ്യർക്ക് പറയാൻ കഥകൾ ഒരുപാടുണ്ടാവും. അങ്ങനെ നിരന്തരം നാടുവിട്ടു പോകുന്ന ഒരു മനുഷ്യന്റെ കഥ പറയുന്ന നക്സൽ അമ്മാവൻ എന്ന അധ്യായത്തിലൂടെയാണ് പുസ്തകം ആരംഭിക്കുന്നത്. പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരുകൾ അഗാധമാണ്. അതിന്റെ ആഴത്തെ പറഞ്ഞു തരാനാവുക മണ്ണിനോട് മല്ലടിച്ച് ജയിച്ച മനുഷ്യർക്കാണ്. ചില ജീവിതങ്ങൾ നമ്മൾ അറിയുന്നത് പോലെ ആയിരിക്കണമെന്നില്ല എന്ന് പറഞ്ഞു തരികയാണ് റബർക്ക എന്ന അധ്യായം. ഈ പുസ്തകം വായിച്ചപ്പോൾ കണ്ണു നനഞ്ഞത് ധനഹാകാലത്തെ മരണം എന്ന അധ്യായമാണ്. മരണം എന്നും ഒരു തീരാവേദനയാണ്. പക്ഷേ ചിലപ്പോഴെങ്കിലും പ്രിയപ്പെട്ട ഒരാളുടെ മരണത്തിന് ചിലരെങ്കിലും ആഗ്രഹിച്ചു പോകുന്നത് എന്തുകൊണ്ടാവും? കേൾക്കുമ്പോൾ നെറ്റി ചുളിയുമെങ്കിലും അങ്ങനെയൊരു ലോകത്താണ് നമ്മളെന്ന് പറയാതിരിക്കാൻ വയ്യ. 2ാം ബാല്യമാണ് വാർദ്ധക്യം. ആ പിച്ചവെപ്പിൽ കാലിടറി വീഴുമ്പോൾ വാരിയെടുക്കാൻ ആരും തിടുക്കം കാട്ടാറില്ല. വീടുകളിലെ അകത്തളങ്ങളിൽ എത്രയോ വാർദ്ധക്യങ്ങളാണ് തളച്ചിടപ്പെടുന്നത്. മക്കൾക്ക് വേണ്ടി കൊണ്ട എത്രയോ മഴയും വെയിലും. ചില നേരം ആഗ്രഹിക്കാതെ പോലും നാമൊക്കെ അത് മറന്നു പോകുന്നു. ജീവിതകാലത്ത് മനുഷ്യർ ചെയ്ത വലിയ തെറ്റുകളാണ് മരണം താമസിക്കാനുള്ള കാരണമെന്ന് പറയുന്ന അടക്കിപ്പിടിച്ച ചർച്ചകൾ, മരണത്തിനായിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകൾ, ഇതിനിടയിൽ ഓർമ്മയ്ക്കും മറവിക്കുമിടയിൽ നീറുന്ന ഒരാത്മാവ്. അങ്ങനെയുള്ള ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാവും എന്നതാണ് കാലത്തിൻ്റെ സത്യം. ഈ പുസ്തകം പറഞ്ഞു പോകുന്നത് പല പല ജീവിതങ്ങളെയാണ്. ഒരിക്കലും ഒത്തുപോവില്ലെന്ന് കരുതി ഇരുദിശകളുമായി ഒഴുകി ജീവിക്കുന്ന ചില പങ്കാളികളുണ്ട്. ഒന്നിച്ചിരുന്നൊന്ന് സംസാരിച്ചാൽ തീരുന്ന ചെറിയ കാര്യങ്ങൾ വർഷങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് മനുഷ്യർക്കിടയിലുള്ള ദൂരങ്ങളും കൂടി. ഒന്ന് സംസാരിച്ചാൽ കേട്ടാൽ ഭംഗിയാവുന്ന ജീവിതത്തിൽ നഷ്ടമാക്കിയ സമയം തിരികെ കിട്ടില്ല എന്നതാണ് സത്യം. ഇന്ന് ഈ നിമിഷത്തിൽ ജീവിക്കുക. നാളെ എന്നത് നമ്മുടെയൊക്കെ വെറും സങ്കല്പം മാത്രമാണ്. അങ്ങനെ ഇന്നിൻ്റെ ദാമ്പത്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന നദിയും സാഗറും. കാലം മാറുമ്പോൾ നമ്മൾ മറന്നു വയ്ക്കുന്ന ചില ഇടങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് പുസ്തകങ്ങളുടെ മണം നിറഞ്ഞ ലൈബ്രറികൾ. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. അത് ഓർമ്മപ്പെടുത്തിയതാവട്ടെ സമൂഹം മുഴുവൻ കുറ്റം വിധിച്ച ഒരു മനുഷ്യനുമെന്ന് പറഞ്ഞു വെച്ച സാംസ്കാരിക നിലയം എന്ന അധ്യായം. മത്സരങ്ങൾ മനുഷ്യർ തമ്മിലാകാറുണ്ട്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കും പിന്നീട് ഒരു കൂട്ടം മനുഷ്യരിലേക്കും അത് വ്യാപിക്കും. ചില വാശികൾ, പിണക്കങ്ങൾ, ചെറിയ കാരണങ്ങൾ മതി പക വളർന്ന് പന്തലിക്കും. അങ്ങനെ നമുക്ക് ചുറ്റും നടക്കുന്ന ഒട്ടുമിക്ക വിഷയങ്ങളും ഈ കഥകളിലൊക്കെ നമുക്ക് കാണാനാവും. വിഷാദം ഒരു മനുഷ്യനെ തൊട്ടുപോകാൻ കാരണങ്ങളൊന്നും വേണ്ട. അതെപ്പോഴും ഒരു നിഴല് പോലെ നമുക്കൊപ്പമുണ്ട്. എളുപ്പം നമുക്കത് പിടുത്തം കിട്ടില്ല. തിരിച്ചു വരാൻ സാധ്യമല്ലെന്ന് കരുതിയ പലരും തിരികെ വന്നത് സ്നേഹം കൊണ്ടും വൈദ്യം കൊണ്ടും നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരാളുള്ളതിനാൽ തന്നെയാണ്. അമരൻ എന്ന കഥയിലെ കഥാപാത്രവും അവനവനിലേക്ക് മാത്രമായി ഒറ്റയായി പോകുന്ന പല നേരത്തും ചില മനുഷ്യരുടെ ഇടപെടലുകളിലൂടെ ജീവിതത്തിലേക്ക് തിരികെ വന്നത് നമുക്ക് കാണാനാവും. ഞാൻ പോയെന്ന് പറയുക. ഈ തലക്കെട്ട് വായിക്കുമ്പോൾ ഉയർന്നു വന്ന ഒരു ചോദ്യമുണ്ട്: ആരോടാണ് യാത്ര പറയുന്നത്? ചില നഗരങ്ങളുണ്ട്, പ്രിയപ്പെട്ടവർ ഉള്ളതുകൊണ്ട് വീണ്ടും പോകാൻ തോന്നുന്ന ഇടം. വീണ്ടും നമ്മൾ അവിടേക്ക് എത്തുമ്പോൾ ആ ഇടമൊക്കെ നമുക്ക് സ്വന്തമെന്ന് തോന്നാറുണ്ട്. അവിടുത്തെ രുചികൾ, കാഴ്ചകൾ, ഓർമ്മകളിലൊക്കെ നിറയും. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. മനസ്സ് ശാന്തമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം യാത്രകൾ തന്നെയാണല്ലോ. എത്ര അകന്നു പോയാലും മടങ്ങി വരാനായി ഒരൊറ്റയടിപ്പാത പുല്ലുമൂടാതെ ഉള്ളിൽ സൂക്ഷിക്കുന്ന സാധുജന്മമാണ് മനുഷ്യൻ്റേത് എന്ന കുറിപ്പ് ഒരു പുസ്തകത്തിൽ വായിച്ചു തോർക്കുന്നു. വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുമ്പോൾ ആ മനുഷ്യനിൽ വിടരുന്ന ഒരു പുഞ്ചിരിക്ക് അത്രമേൽ ഭംഗിയുണ്ടാവും.
ചില മനുഷ്യരെ മുൻവിധികളില്ലാതെ സ്വീകരിക്കാൻ നമുക്കാവണം. ചില നേരം അവരാവും വേനലിൽ നമുക്ക് തണൽ പടരുന്ന മരങ്ങളാവുക. ഹൃദയപൂർവമായ ചില സ്നേഹങ്ങൾ. ഈ പുസ്തകം പല മനുഷ്യരെയും ഓർമ്മപ്പെടുത്തും. ഇതിൽ കണ്ടുമുട്ടുന്ന പലരും ഒരിക്കൽ നമ്മൾ കണ്ടെത്തി ചിതറിപ്പോയവരായിരിക്കും, അല്ലെങ്കിൽ ചിലർ നമ്മിൽ ഇന്നും നിലനിൽക്കുന്നവരും. വായന ചില നേരം നമ്മെ കൊണ്ടെത്തിക്കുക വിശാലമായൊരു ലോകത്തേക്കാണ്, പുതുമകളിലേക്കാണ്, മനുഷ്യരിലേക്കാണ്, ജീവിതങ്ങളിലേക്കാണ്. അങ്ങനെ പുതുമ നിറഞ്ഞ ഒരു വായനാനുഭവത്തെ ബാക്കി വയ്ക്കുകയാണ് ഞാൻ പോയെന്ന് പറയുക എന്ന പുസ്തകം.